ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് കാട് ചെത്തി വൃത്തിയാക്കലാണേ. എന്നും ഇതൊക്കെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ഈ ചെറിയ ഗാർഡനിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ പൂക്കൾ വളരെ കുറവാണ്. ഇപ്പം 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ഈ കാണിക്കുന്നത് എൻ്റെ ഒരു മെലസ്റ്റോമയാണ്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവാം. ആ മെലസ്റ്റോമ പെട്ടെന്നൊരു ദിവസമാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇലകൾ മൊത്തം കൊഴിഞ്ഞ് ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് അതിൻ്റെ ചുവട്ടിലെ അതിൻ്റെ സ്കിന്ന് മൊത്തത്തിൽ റൗണ്ടിൽ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. അതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ ഇനി എന്താണെന്ന് എനിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചിലപ്പോൾ ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ കിളിർത്ത് വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതേപോലെ തന്നെ നിർത്തിയേക്കാണ്. ഇനി അധികം നേരം കഥയൊന്നും പറഞ്ഞിരിക്കാതെ നമുക്ക് ഇവിടുത്തെ പുല്ലുകളെല്ലാം അങ്ങ് പറിച്ചു തുടങ്ങാവേ. ഞാൻ കൈകൊണ്ടൊക്കെ കുറച്ച് പറിച്ച് കളഞ്ഞിട്ട് തൂമ്പ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൂമ്പ വെച്ച് ചെത്തി കൊടുക്കാം. എങ്ങനെയാണ് ഈ പുല്ലുകൾ ഇത്രയും ഫാസ്റ്റായിട്ട് കിളിച്ചു വരുന്നതെന്ന് എനിക്കാകെ ഡൗട്ടാണ്. ചാറ്റ് GPT ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ നമുക്ക്. നമ്മൾ വെക്കുന്ന ചെടികളൊന്നും നമ്മൾ എന്തൊക്കെ കൊടുത്താലും ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് കിട്ടുന്നില്ലല്ലോ. അതെന്താണെന്നാണ് എനിക്ക് ഡൗട്ട്. ഇതിന് പുഴുക്കളുടെ ശല്യവും അതുപോലെ കീടങ്ങളുടെ ശല്യവും ഒന്നും ഉണ്ടാകാറില്ലല്ലോ അല്ലേ. അതുപോലെ നമ്മുടെ ഈ മെലസ്റ്റോമ എന്ത് പൂവിട്ട് നിന്നതാണ്, പെട്ടെന്നാണ് അത് നശിച്ചു പോയത്. ഈ പുല്ലെല്ലാം അതുപോലെ എന്തെങ്കിലും അസുഖം വന്ന് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം. കുറച്ച് മാരിഗോൾഡിൻ്റെ സീഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇപ്പോൾ സീഡിട്ടാലും ഓണത്തിൻ്റെ സമയമാകുമ്പോൾ പൂക്കളുണ്ടാകില്ലായിരിക്കും അല്ലേ. കുറച്ചുകൂടെ മുന്നേ നമ്മൾ ചെയ്യണമായിരുന്നു. ഈ മാരിഗോൾഡിൻ്റെ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ടോ? അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. സീനിയ, കോറിയോപ്സിസ്, മാരിഗോൾഡ് ഇതിൻ്റെ എല്ലാം സീഡ്സ് ഞാൻ ഒരുമിച്ചാണ് പാകി കൊടുത്തത്. പക്ഷേ സീനിയയും കോറിയോപ്സിസും ഒക്കെ കിളിർത്ത് വന്നിട്ടും മാരിഗോൾഡ് കിളിർത്ത് വന്നിട്ടില്ല കേട്ടോ. അന്നത്തെ ദിവസം കുറച്ചൊക്കെ കാട് ചെത്തി ഒരുവിധം ആയപ്പോഴത്തേനും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അകത്തോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 4 ദിവസത്തിന് ശേഷമാണ് അടുത്ത വൃത്തിയാക്കലിന് വേണ്ടി ഇറങ്ങുന്നത്. ആ 4 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ അയ്യം വൃത്തിയാക്കാനായിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇത്ത വന്ന് ഇവിടെ മൊത്തം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്ക് പിന്നീട് അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഡാലിയയ്ക്ക് നമുക്കൊരു ഊന്ന് കൊടുക്കണം. അങ്ങനെ ഞാൻ പോയിട്ട് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. ആദ്യം ഒരു പാറക്കല്ലെടുത്താണ് അതിനെ അടിക്കാൻ നോക്കിയത്. പക്ഷേ കമ്പി താന്നില്ല. പാറക്കല്ല് 2 പീസായി പോയിട്ടുണ്ടേ. അതിനുശേഷം ഞാൻ പോയി ചുറ്റുകല്ലെടുത്തുകൊണ്ട് വന്ന് ആ കമ്പിയെ അടിച്ചുറപ്പിച്ചിട്ട് ഡാലിയ കെട്ടാൻ നോക്കുമ്പോൾ ഉണ്ടടാ, ഡാലിയയ്ക്ക് കമ്പിയേക്കാളും നല്ല ഹൈറ്റ്. ആദ്യമേ ഇതൊക്കെ നോക്കിയിട്ടങ്ങ് അടിച്ചുറപ്പിച്ച പോരായിരുന്നല്ലേ. ചില സമയത്ത് ഞാൻ തന്നെ എനിക്ക് ഇരട്ടി പണികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതിനുശേഷം പോയി നല്ല നീളമുള്ളൊരു പൈപ്പിൻ്റെ പീസ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് അടിച്ചുറപ്പിക്കുകയാണേ. ആദ്യം അത് അവിടെ അടിച്ചുറപ്പിച്ച് കെട്ടാൻ നോക്കുമ്പോഴാണ് ഒരുപാട് ദൂരമായി പോയതുപോലെ തോന്നിയത്. ഒരുപാട് അടുത്തേക്ക് ഞാൻ അടിക്കാതിരുന്നത് അതിൻ്റെ റൂട്ടൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്ന് നശിച്ചു പോയാലോ എന്ന് വെച്ചിട്ടാണേ. പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് കുറച്ചുകൂടെ അടുത്തേക്ക് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഡാലിയയുടെ റൂട്ടൊന്നും 1 റൂട്ടോ 2 റൂട്ടോ ഒക്കെ പോയെന്ന് പറഞ്ഞ് വലിയ വിഷയമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. ഈ ഡാലിയ ഇപ്പോൾ 1-2 വർഷത്തിൽ കൂടുതലായി എന്നോടൊപ്പം ഉള്ളതാണ്. ഓരോ പ്രാവശ്യവും ചൂടാവുന്ന സമയത്ത് ഇതങ്ങ് കരിഞ്ഞു പോയിട്ട് വീണ്ടും അതിൻ്റെ കിഴങ്ങ് ഇടുന്ന് അടുത്ത സീസൺ ആകുമ്പോൾ ജെർമിനേറ്റ് ചെയ്ത് വന്നോളും. ഇപ്പോഴും ഇതിൽ നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഈ ഡാലിയയുടെ ഭംഗി കണ്ടിട്ട് മേടിച്ച് നട്ട വേറെ പല ഡാലിയകളും എനിക്ക് നശിച്ചു പോയിട്ടേ ഉള്ളൂവേ. 2 ഡാലിയ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പോട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വിചാരിച്ചതുപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ലൊരു വയലറ്റ് കളറിൽ ഡാലിയ വേണമെന്ന് നല്ല ആഗ്രഹമാണെന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനിയിപ്പോൾ അതൊന്നും കേൾക്കാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ എന്ന് വെച്ച് പറഞ്ഞതാണേ. ആർക്കെങ്കിലും ചിലപ്പോൾ എനിക്ക് ഒരു ഡാലിയയുടെ തൈ തരാൻ തോന്നിയാലോ എന്ന് വെച്ചിട്ടാണേ. ഇനി നമുക്ക് നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഇരിക്കുന്ന ഏരിയ ഒന്ന് ക്ലീൻ ആക്കണം. പോട്ടിൻ്റെ ഉള്ളിലെല്ലാം ചെറുതായിട്ട് പോച്ച പിടിച്ച് വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചൂടൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി നിർത്തണം. ഇതുപോലെ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞേക്കണം. അതുപോലെ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നത് അതെല്ലാം ഒഴിവാക്കണേ. ഇപ്പോൾ അധികം വെയിലില്ലാത്തത് കൊണ്ടാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൽ പൂക്കൾ കുറവ്. ഒരുപാട് വെയിലില്ലെങ്കിലും കുറച്ച് വെയിൽ ഇതിന് ആവശ്യമാണ് കേട്ടോ. രാവിലത്തെ വെയിൽ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും.
അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇപ്പോൾ ശരിക്കും ഈ ഏരിയയിലേക്ക് മീൻ കഴുകുന്ന വെള്ളമൊക്കെ ആയിട്ട് വരൽ കുറവാണേ. ഇനിയിപ്പോൾ എന്തായാലും ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. എന്തോ ഒരു വള്ളി പോലെ പടർന്നു പോകുന്ന ഒരു ചെടി ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടേ. അത് പുല്ലാണെന്ന് തോന്നുന്നു, ചെടിയല്ല. പോട്ടിനകത്തുള്ള പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് ഒഴിവാക്കി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഇവരങ്ങ് കൊണ്ടുപോകും കേട്ടോ. ഇതിപ്പോൾ ഇവർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ആരാണ്? നമ്മുടെ പുല്ല് ഇതിനകത്തെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടെല്ലാം ക്ലീൻ ആക്കി വെച്ചത്. പക്ഷെ പെട്ടെന്നാണ് കേട്ടോ ഇതിനകത്തെല്ലാം പുല്ല് കയറുന്നത്. നമ്മളെല്ലായിടത്തും ഡ്രിപ്പറൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡ്രിപ്പറിൻ്റെ യൂസ് അധികം ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും സമ്മർ സീസൺ വരുമല്ലോ, അപ്പം നമുക്ക് ഉപയോഗിക്കാമല്ലേ. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടിൽ തൈകൾ തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പൂക്കളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിനകത്തെല്ലാം നിറയെ തൈകളുണ്ട്. ഒരു സമയത്ത് ഞാനിതെല്ലാം സെയിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതിനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് ഈ തൈകളെല്ലാം മാറ്റി വേറെ പോട്ടിലോട്ട് ആക്കിയാലും നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ സ്ഥലമില്ല. പിന്നെ ഒരുപാട് പോട്ടുകളും വേണ്ടി വരും. ഇതിപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ ഇല്ല കേട്ടോ. പൂക്കൾ വന്നാലേ നമുക്കറിയുള്ളൂ. ഇത് യെല്ലോ ആണേ. യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ലീവ്സ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നാരോ ലീവ്സാണ്. സാധാരണ ഗ്രൗണ്ട് ഓർക്കിഡിനെ പോലെ അത്രയും വലിയ ലീവ്സ് അല്ല കേട്ടോ. വളരെ നല്ല പ്ലാന്റാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വളർത്താൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. പൂക്കളുണ്ടായാൽ മാസങ്ങളോളം നിന്നോളും കേട്ടോ. അവിടെ ഇരുന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ എല്ലാം പുല്ലെല്ലാം പറിച്ച് കളഞ്ഞിട്ട് നമ്മൾ താഴെ പറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഏരിയ നമുക്കൊന്ന് തൂത്തിരക്കി കഴുകി വൃത്തിയാക്കണേ. അതിനു മുന്നേ നമ്മുടെ ഈ പെന്നിക്കുട്ടന്മാരെ ഇവിടെ നിന്ന് മാറ്റി വെക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഈ പെന്നിവേട്ടിനെ മാറ്റി നടുന്നത്. ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ഗ്രോത്ത്. അതിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന വള്ളികളെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇതുപോലെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കാറുണ്ടേ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാൻഡ് ഉൾപ്പെടെ മറിഞ്ഞു വീണിട്ടുണ്ട്. ഫോൺ തനിയെ എടുത്തതാണ് ഇത്രയും ഭാഗം. ഇനി നമുക്കിതിനെ പെന്നിവേട്ടിനെ ഈ സ്റ്റാൻഡിലേക്ക് മാറ്റി വെക്കാം. സ്റ്റാൻഡ് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണേ നമുക്ക് പോട്ടുകളെല്ലാം പറക്കി വെക്കാനായിട്ട്. പോട്ടിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമുക്ക് തുടച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഓരോന്നും ഇവിടെ പറക്കി വെക്കാം. അന്നേരം നല്ല ഭംഗിയാണ്. ഇവിടെ ഇരുന്ന 3 പോട്ടുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനേക്കാളും ഈ പെന്നിവേട്ടിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയതേ. അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ നമ്മുടെ ഈ മണി പ്ലാന്റിലേക്ക് പോയത്. നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ മണി പ്ലാന്റ് താഴേക്ക് പടർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അതിനെടുത്ത് ആ കമ്പിയിലേക്കൊക്കെ ചുറ്റി വെച്ചിട്ട് വീണ്ടും സ്റ്റാൻഡിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് വീണ്ടും പുല്ല് പറിക്കാം. എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഷീറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവിടെ കോൺക്രീറ്റ് ഇട്ടതാണ്. എന്നിട്ട് പോലും അതിൻ്റെ ഇടയിലൂടെ പുല്ലെല്ലാം മുളച്ച് വന്നിട്ടുണ്ടേ. ഞാൻ ഈ പറയുന്നത് ഇത് നമ്മുടെ പുതിന പോട്ടിൽ നട്ട് വെച്ചതാണ്. നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നതായിരുന്നു. ഇതിൻ്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പൂച്ച വന്ന് തട്ടിയിട്ട് താഴേക്ക് വീണിട്ട് അതെല്ലാം പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അധികം ശ്രദ്ധയൊന്നും കൊടുത്തില്ല. എന്നാലും ഇപ്പോൾ അതിനകത്ത് കിളിച്ച് വരുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പുല്ലെല്ലാം വാരി ബക്കറ്റിലിട്ടിട്ട് നമുക്ക് നമ്മുടെ കരിയില കമ്പോസ്റ്റിനകത്തേക്ക് കൊണ്ടിടാം. മല്ലിത്തൈ നടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് നമുക്കങ്ങോട്ട് സക്സസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒരു വീഡിയോയിൽ അതിനെ കാണിക്കാതിരുന്നത്. നമ്മുടെ ഗാർഡനിൽ ഏതെങ്കിലും ഒരു പണി കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലും കാണുമ്പോൾ ആ വഴിക്ക് പോകും. പിന്നെ അത് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ വേറെന്തെങ്കിലും പണി കണ്ടാൽ ആ വഴിക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? ഞാൻ അങ്ങനെയാണേ. എന്നിട്ട് എല്ലാം കൂടി അവസാനം ഭ്രാന്താവും. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിവിടെ ഒന്ന് കഴുകി ഇറക്കാം. ഇടയ്ക്ക് മഴക്കോള് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും മഴ പെയ്തിട്ടില്ല. അതിനു മുന്നേ നമുക്ക് നമ്മുടെ പണികൾ തീർക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ നന്നായിട്ട് തൂത്തിറക്കുന്നുണ്ട്. ഈ ഷീറ്റ് ഇട്ടത് കൊണ്ട് എന്തായാലും നമുക്ക് കഴുകി ഇറക്കാൻ പറ്റുന്നുണ്ടേ. ഡ്രിപ്പറിനെ നമുക്കെടുത്ത് അപ്പുറത്തേക്കൊന്ന് മാറ്റിയിടുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. അങ്ങനെ ഞാൻ മാറ്റിയിട്ടതിന് ശേഷമാണ് പിന്നീട് അവിടെ തൂത്തിറക്കിയത്. ഇനി നമ്മുടെ പോട്ടുകളെല്ലാം നമുക്ക് ഇവിടേക്ക് പറക്കി വെക്കാം. അത്രയേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് വേണം, കാരണം നല്ല മഴ വരുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല വിശപ്പുമായിട്ടുണ്ട്. അങ്ങനെ മഴയെ തോപ്പിച്ച് നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും പറക്കി വെക്കാം. അങ്ങനെ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് പോയി ചോറ് കഴിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.